നീറ്റിൽ പുനഃപരീക്ഷ വേണ്ടെന്ന് സുപ്രീം കോടതി. വീണ്ടും പരീക്ഷ നടത്തുന്നത് മെഡിക്കൽ സീറ്റിനായി കാത്തിരിക്കുന്ന 24 ലക്ഷം വിദ്യാർത്ഥികളെ ഗുരുതരമായി ബാധിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് നിരീക്ഷിച്ചു. ചോദ്യപേപ്പർ ചോർന്നുവെന്നും നീറ്റ് പരീക്ഷ നടത്തിപ്പിൽ ഗുരുതര വീഴ്ച ഉണ്ടായെന്നും സുപ്രീം കോടതി വിമർശിക്കുകയും ചെയ്തു. നീറ്റിൽ ക്രമക്കേടുണ്ടായെങ്കിലും 24 ലക്ഷം വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതുന്നത് ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന നിരീക്ഷണമാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് നടത്തിയത്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 155 വിദ്യാർത്ഥികൾക്ക് അതിന്റെ ഗുണം ലഭിച്ചുവെന്നും സുപ്രീം കോടതി കണ്ടെത്തി. പരീക്ഷാ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിനടക്കം ഗുരുതരമായ വീഴ്ച കേന്ദ്ര സർക്കാരിനും NDAയ്ക്കും ഉണ്ടായി എന്നും കോടതി വിലയിരുത്തി. ജാർഖണ്ഡിലും ബീഹാറിലെ പട്നയിലും മാത്രമാണ് ക്രമക്കേട് തെളിയിക്കാനായത്. മറ്റിടങ്ങളിൽ വ്യാപക ക്രമക്കേട് ആവർത്തിച്ചുവെന്ന് ഹർജിക്കാർ വാദിച്ചെങ്കിലും തെളിവുകളുടെ അഭാവം കോടതി ചൂണ്ടിക്കാട്ടി. പരീക്ഷയുടെ വിശ്വാസ്യത തകർന്നുവെന്ന് വിലയിരുത്താനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. വീണ്ടും പരീക്ഷ നടത്തേണ്ട സാഹചര്യമുണ്ടായാൽ കൗൺസിലിംഗ് നടപടിയെ ബാധിക്കും. മാത്രമല്ല, മെഡിക്കൽ കോളേജുകളിലേക്കുള്ള പ്രവേശനക്രമം തന്നെ തകിടം മറിയുമെന്നും സുപ്രീം കോടതി വിലയിരുത്തി. ഭാവിയിൽ മെഡിക്കൽ പ്രൊഫഷണലുകളുടെ ലഭ്യതയെ ബാധിക്കുന്ന വിഷയമായി മാറുമെന്നും വ്യക്തമാക്കിയ ചീഫ് ജസ്റ്റിസ് പുനഃപരീക്ഷ വേണ്ടെന്ന നിഗമനത്തിലെത്തുകയായിരുന്നു. 3 ദിവസം നീണ്ട തുടർച്ചയായ വാദങ്ങളിൽ പുനഃപരീക്ഷ ആവശ്യപ്പെട്ടുള്ള 38ഓളം ഹർജികളാണ് പരിഗണിച്ചത്. കൈരളി ന്യൂസ്, ദില്ലി.